ഹേ ഗായ്സ്, നമ്മളുടെ രണ്ട് മലയാളം പടത്തിൻ്റെ ട്രെയിലറും ടീസറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് വെയിറ്റ് ചെയ്തത്. ആൻ്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് വരുന്ന കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ലേ ഇതറി കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 1.5 മിനിറ്റിൻ്റെ ടീസർ. അത് കഴിഞ്ഞിട്ട് ഇപ്പം 9 മണിക്ക് ടൊവിനോയുടെ 50ാമത്തെ സിനിമ T50 അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ ട്രെയിലറും വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കണ്ട് രണ്ടും കൂടി ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമുക്ക് കൊണ്ടലിലേക്ക് പോകാം. കൊണ്ടൽ എനിക്കൊന്ന് പെപ്പെ അവസാനം കഴിഞ്ഞ വർഷം ഓണത്തിനല്ലേ RDX ആയിട്ട് വന്നത്. അതിനുശേഷം പിന്നെ പുള്ളി പടം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഇടയ്ക്ക് വേറെ പടമൊന്നും വന്നില്ലല്ലോ അല്ലേ. അതേ ടീമിൻ്റെ അതേ പ്രൊഡ്യൂസറുടെ നെക്സ്റ്റ് പടമായിട്ടാണ് കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം വരുന്നത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സോഫിയ പോളെ അതാണ് വരുന്നത്. കൊണ്ടൽ നല്ല പേരല്ലേ, നല്ല വെറൈറ്റി പേരടി. കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അതിൻ്റെ ടീസർ 1.5 മിനിറ്റ് ടീസറാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൊള്ളാടെ ഒറ്റയടിക്ക് നമുക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റുന്ന ഒരു ടീസറായിരുന്നു കൊണ്ടലിൻ്റെത്. അത് ഒരു പക്ക നമ്മൾ ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ വേണ്ടി നമ്മളെ തനി നാടൻ പടം, തനി തല്ല് നാടൻ തല്ല് പടം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നല്ല റോ ഫൈറ്റൊക്കെ ആയിരിക്കും ചിലപ്പം. അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി പുള്ളിയുടെ ഫൈറ്റ് നമുക്കറിയില്ലടേ, ഹൾക്ക് പഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ കിൻഡലിഡി ആണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കിൻഡലിഡീൻ്റെ ഹൈലൈറ്റ് തന്നെയായിരിക്കും പടത്തിൽ വരുന്നത്. അജിത് മാമ്പള്ളി എന്നിട്ടുള്ളൊരു ഡയറക്ടറാണ്. പുതിയ പടമാണോടെ, ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ, നോക്കാൻ വിട്ടുപോയി, നോക്കണം എന്ന് വിചാരിച്ചിരുന്നു. ദീപക് ഡി മേനോനാണ് DOP ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS-ൻ്റെ അടേ സാമണ്ണൻ തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് RDX-ഉം പുള്ളി തന്നെയായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് ഓണത്തിന് വന്ന് ഒരു ഹൈപ്പും ഇല്ലാതെ ക്ലാഷ് വെച്ച് എന്താണ് ബോക്സ് ഓഫീസ് തൂഫാനാക്കിയിട്ട് അല്ലെങ്കിൽ കിൻഡലടി ബോക്സ് ഓഫീസ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടാണ് പുള്ളി പോയത്. ഈ വർഷം ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള എല്ലാ ചാൻസുകളും 100% ഉറപ്പാണ്. കാരണം അജയൻ്റെ രണ്ടാം മോഷണം ഓണത്തിനാണ് വരുന്നത്. ഓണത്തിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറേ പടങ്ങൾ വരാനുണ്ട് നെക്സ്റ്റ് മന്തിലേക്ക്. അപ്പോൾ വീണ്ടും ഒരു ക്ലാഷ് റിലീസ്, ബിഗ് ക്ലാഷ് വരികയാണ് ഗൈസ്. രണ്ട് തള്ളന്മാരുടെ പടം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് പടം വന്നിട്ട് പറയാം. അപ്പം ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ്, കൊണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടെംപ്ലേറ്റ് ഒരു ഫിഷറീസ് റിലേറ്റഡ് ആയിട്ട് കടലും മത്സ്യബന്ധനവും അത്തരത്തിലുള്ളൊരു മാർക്കറ്റും അത്തരത്തിലുള്ളൊരു അവർക്കിടയിലുള്ള ഒരു പ്രശ്നം വരുന്ന രീതിയിൽ ഒരു എനിക്ക് തോന്നുന്ന ക്ലീഷ ടെംപ്ലേറ്റ് ആയിരിക്കട്ടെ. സ്റ്റോറി ടെംപ്ലേറ്റിലൊന്നും വലിയ സംഭവമൊന്നും വരാനില്ല. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമ്മളെ ഡാൻസിങ് റോസ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ വില്ലനായിട്ട് രാജ്ബി ഷെട്ടി വീണ്ടും വരുന്നത് മലയാളത്തിലേക്ക്. ടർബോയിൽ 5 ഡി കൊണ്ട് മരിച്ച് ചത്തിട്ടാണ് പുള്ളി പോയത്. ഇതിൽ എന്തിനാണ് വരുന്നതെന്നുള്ളത് പടം വന്നു കഴിഞ്ഞാൽ ടീസറിൽ പുള്ളിനെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒറ്റ ഷോട്ട് പോലും വന്നിട്ടില്ല. അപ്പം എന്തായാലും ഉള്ളതൊക്കെ കണ്ടിട്ട് വന്നിട്ട് നോക്കേണ്ടി വരുടെയും വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രഡിക്ഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വില്ലൻ പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കയറി മേയുടെ, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെയുള്ളൊരു സ്പേസ് കിട്ടുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ടെംപ്ലേറ്റ് സ്റ്റോറി ആയിരിക്കട്ടെ, പക്ഷെ അതിൽ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ സ്റ്റോറി ടെല്ലിങ് അവരെങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിലായിരിക്കും പടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു പുതുതായിട്ടുള്ള ഒരു ഇതുവരെ കാണാത്ത കഥയും സംഭവങ്ങളൊക്കെ ഒന്നും ആയിരിക്കില്ല. അത് ടീച്ചർ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഇവിടെ വരുന്നു, എന്തോ ഒരു പ്രശ്നത്തിൽപ്പെടുന്നു, ഗ്യാങ്സ്റ്റർ ഒരു അത്തരത്തിലുള്ള ഇടയ്ക്കപ്പെടുന്നു, അതിന് സ്വാഭാവികമാണ്, ഇതായിരിക്കും സംഭവം. പക്ഷെ അതിൽ ആ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ സ്റ്റോറി എങ്ങനെ അവർ പറയുന്നുള്ളതനുസരിച്ച് പടം ക്ലിക്കാവും അല്ലെങ്കിൽ ഡൗൺ ആവും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം, കണ്ടറിയാം. അപ്പോൾ ഇതാണ് കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. എനിക്കൊന്ന് തിയേറ്റർ മെറ്റീരിയലിനാണെങ്കിൽ പക്ക തിയേറ്റർ മെറ്റീരിയലിനായിരിക്കും പടം, അതിലൊരു സംശയമില്ല. കാരണം കിൻഡലടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നല്ല നല്ല തനി നാടൻ തല്ലായിരിക്കും പടത്തിൽ മെയിനായിട്ടുള്ള കോൺസെൻട്രേഷൻ. അത് റോ ഫൈറ്റ് ആയിരിക്കും, പച്ചയായ ഫൈറ്റ് ആയിരിക്കും. അത്തരത്തിലുള്ളൊരു സംഭവത്തിൽ അതാണ് ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ സ്റ്റോറി നടക്കുന്നൊരു സംഭവം, ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു സംഭവമായിരിക്കും. നോക്കാം, പടം വന്നിട്ട് നോക്കാം. നെക്സ്റ്റ് ആണ് നമ്മുടെ അജയൻ്റെ രണ്ടാം മോഷണം അഥവാ ARM-ൻ്റെ ട്രെയിലർ വന്നു. ഇതിൻ്റെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പടം ഒരു വർഷം മുന്നാണ് ഇതിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ടീസർ. അത് കിഡുമായിട്ടായിരുന്നു 3D വരുന്ന പടം. ഇതിൻ്റെ 3Dൻ്റെ വേർഷൻ ഞാൻ തിയേറ്ററിൽ പോയൊക്കെ കണ്ടിരുന്നു. അവതാർ റിലീസിന് എപ്പോഴായിരുന്നു ഓർമ്മയില്ല. അങ്ങനെ എപ്പോഴേക്കും ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ അതിൻ്റെ ടീസർ 3D കണ്ടിരുന്നു. കിഡ് എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ മൈൻഡിൽ ഉറപ്പിച്ചാണ് ഇതെന്തായാലും കാണണം എന്നുള്ളത്.
ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. 1 വർഷം മുന്നേ ഷൂട്ടൊക്കെ കഴിഞ്ഞതാണ്. അത്രയും പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത്രയും ടൈം വേണം, VFX അത്രയും ടൈം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് ശരി വെക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ട്രെയിലറിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ക കിടു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കിടു ഐറ്റം എന്ന് പറഞ്ഞാൽ അത്രയും കിടു ആയിട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു ഫാൻറ്റസി കഥയാണ്. നമ്മൾ പണ്ടത്തെ മുത്തശ്ശി കഥയിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു സംഭവം ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി വേൾഡ്. അപ്പോൾ ആ ഒരു വേൾഡ് ബിൽഡിങ് കിടലം പോലെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ തൊട്ട് സിനിമാറ്റോഗ്രഫി തൊട്ട് ആ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ട് വേണം പിന്നെ അതൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം പ്രൊഡക്ഷൻ ഡിസൈനും സിനിമാറ്റോഗ്രഫി ഒക്കെ പണി എടുത്തിട്ടുണ്ടെന്നുള്ളത് 100% കാണാനുണ്ട് ട്രെയിലറിൽ. പിന്നെ വിഷ്വൽസാണ് എനിക്ക് ഏറ്റവും കിടുവായിട്ട് തോന്നിയതിൽ ജോമോണ്ടി ജോണാണ് സിനിമാറ്റോഗ്രഫി. അപ്പോൾ അതിലൊരു വിട്ടുവീഴ്ചയും പുള്ളി ചെയ്യില്ല, അത് ചെയ്തിട്ടോ ഇല്ല എന്നുള്ളത് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അത്രയും കിടു വിഷ്വൽസ്, ആ ഒരു വേൾഡ്, VFX ആയാലും മേക്കിംഗ് ആയാലും വേറെ ഒരു രക്ഷയില്ലാത്ത ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത എല്ലാ കിടു ഷോട്ടുകളുണ്ട്. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി, ജസ്റ്റ് കണ്ടിന്യൂസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. എല്ലാ ഷോട്ടും കിടു ഷോട്ടാണ്. അവിടെ ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ളൊരു കിടു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഒരു 100% പക്ക തിയേറ്റർ മെറ്റീരിയൽ പടം ആണ് അജയൻ്റെ രണ്ടാം മോഷണം. ഒരുപാട് സ്റ്റാർ കാസ്റ്റഡാണ്, സ്റ്റാർ ക്രൗഡാണ് സിനിമയുടെ കാസ്റ്റ് എന്ന് പറയുന്നത്. ടോവിനോ തോമസ്, കൃതി ഷെട്ടി, പിന്നെ ഐശ്വര്യ, പിന്നെ ആരൊക്കെ ഉണ്ടേ വിട്ടുപോയി, പറയുമ്പോൾ മറന്നു പോന്ന്. അങ്ങനെ ഒരുപാട് കാസ്റ്റുകൾ വരുന്നുണ്ട്. എനിക്കൊന്ന് 3 കാലഘട്ടത്തിൻ്റെ ഒക്കെയാണ് ഈ കഥ പറയണത്. അതായത് അച്ചാച്ചൻ കൊച്ചുമകൻ എന്നുള്ള രീതിയിൽ 2 ക്യാരക്ടറും, പിന്നെ അതിനിടക്ക് ഇതും. പിന്നെ ടൊവിനോൻ്റെ കേസ് പറയാതിരിക്കാൻ വയ്യ. പുള്ളിയുടെ ഒരു ഓറ ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയില്ല നമ്മൾ, അത്തരത്തിലുള്ള സാധനം ഉണ്ട് പുള്ളി. വെറുതെ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ കിടലം പോലെ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ പുള്ളിയുടെ ഫിസിക്കൽ അറിയാമല്ലോ, ഫിസിക്കലി പുള്ളി എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്, അതിനുവേണ്ടി എത്രത്തോളം പോകുന്നുള്ളത് നമുക്കറിയാം. അത് ഇതിലിപ്പോൾ കളരിപ്പായിട്ട് തൊട്ട് മാർഷൽ ആർട്സ് തൊട്ട് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിടലം പോലെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പുള്ളിക്ക്. പുള്ളി നമുക്കറിയാലോ സ്ക്രാച്ച് നിന്ന് വന്നതാണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് ഈ പുള്ളിക്ക്. അപ്പോൾ അത് പുള്ളിക്ക് അറിയാം, ആ എഫേർട്ട് എടുക്കണം, എന്തുകൊണ്ട് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പടത്തിൽ കാണുന്നുണ്ട്, ട്രെയിലറിൽ എനിക്ക് കാണുന്നുണ്ട്. പറഞ്ഞ പോലെ പിന്നെ പറഞ്ഞില്ല 3 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ 3 ക്യാരക്ടേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ്. അത് പിന്നെ നമുക്ക് ട്രെയിലർ കണ്ടുകൊണ്ട് ഒന്നും 100% ഉറപ്പാക്കിയിട്ട് പറയാനും പറ്റില്ല എന്നുള്ളതും ഒരു പോയിൻ്റാണ്. പക്ഷേ ട്രെയിലറിൻ്റെ ബേസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, കിടലം പോലെ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലാങ്, ഒരു ഭാഷയൊക്കെ ഒരു പ്രത്യേക സ്ലാങ്, കണ്ണൂർ ഭാഷ പോലെ തോന്നിയത്. എനിക്കിടയ്ക്ക് കണ്ണൂർ ഭാഷ പോലെ തോന്നിയത്, കണ്ണൂർ ഭാഷയൊക്കെ ഉണ്ടെന്നാണോ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സ്ലാങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നു, പിന്നെ വേറൊരു സ്ലാങ് വരുന്നു. അത്തരത്തിൽ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് മെയിനായിട്ടുള്ള ആ സിനിമയുടെ സംഭവം. 3Dയിലാണ് വരുന്നത്. അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്നുള്ളത് ഞാൻ 100% ഉറപ്പിച്ച് തിയേറ്ററിൽ പോയി കാണണം. കാരണം അതൊരു ബിഗ് സ്ക്രീന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് നമ്മൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ കാര്യമില്ലടി, അതിൻ്റെ ഒരു സംഭവം കിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കിടിലം പോലത്തെ ഒരു ട്രെയിലർ. ജിതിൻ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെങ്ങായിയുടെ നമ്മളെ ബേസിലിൻ്റെ അസോസിയേറ്റ് ആയ ഡയറക്ടറായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റത്തെ ഇൻഡിപെൻഡൻറ്റ് മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. അത്തരത്തിൽ പടം ഒരു പ്രോമിസിംഗ് ആയിട്ടൊരു പടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ 50ാമത്തെ സിനിമയായിട്ടാണ് വരുന്നത്. T50 എന്നാണ് അവർ പേര് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്കത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഫോക്ലോർ ഉണ്ടല്ലോ, നമ്മൾ അൺഎക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട് മോളിവുഡ്. നമ്മളുടെ ആളുകൾ നമ്മളുടെ ഏരിയയിൽ ടച്ച് ചെയ്യാത്തൊരു സ്റ്റോറി അല്ലെങ്കിൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാൻ പറ്റുന്ന കിടിലം പോലത്തെ ഏരിയയാണ് ഈ ഫോക്ലോർ എന്ന് പറയുന്നത്. കാന്താരിയും തുമ്പാടൊക്കെ നമ്മൾ കണ്ടല്ലോ. അത്തരത്തിലൊരു ഏരിയയിലേക്കുള്ളൊരു എക്സ്പ്ലോറേഷൻ ഇതിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പഴയ കാലഘട്ടം, അവിടെ ആ ഒരു നമ്മളെ പറയില്ല ഒരു ഫാൻറ്റസി വേൾഡ്, നമ്മൾ മുത്തശ്ശിക്കഥയൊക്കെ കേൾക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അത്തരത്തിലൊരു ഫോക്ലോറിൻ്റെ സംഭവങ്ങളും ആ ഒരു നാട്ടിലെ സംഭവങ്ങളും വിശ്വാസങ്ങളും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഒരു കിടിലൻ ടെറൈനാണ്, ഈ സിനിമയ്ക്ക് പറ്റിയൊരു ടെറൈനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോറേഷനൊക്കെ കിട്ടി ഇതിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പടം കിടിലം പോലെ വർക്കാവും. അത്രയും കിടിലം പോലെ എന്തായാലും ക്ലിക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നമുക്ക് പടം വന്നിട്ട് പറയാം. നിങ്ങൾക്ക് കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, 2 പടത്തിൻ്റെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.